ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു വചനം നമുക്ക് വായിക്കാം. ഫിലിപ്പി ലേഖനത്തിൽ ക്രിസ്ത്യാനി അല്ലെങ്കിൽ സുവിശേഷകൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലക്കാരെങ്ങനെയായിരിക്കണം എന്ന് പറയുകയാണ്. അവിടെ പറയുന്നത്, ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനത്തിൽ പറയുന്നു, വക്രതയും കോട്ടയുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എന്തു ചെയ്യണം? നോക്കിക്കേ, നിന്ദിക്കപ്പെടാതിരിക്കണമെങ്കിൽ പരമാർത്ഥമായി ജീവിക്കുന്ന വ്യക്തി എന്ന് നാം അറിയപ്പെടണമെങ്കിൽ നിഷ്കളങ്കരായി നിഷ്കളങ്ക മക്കളാണെന്ന് മറ്റുള്ളവരും ദൈവവും പറയണമെങ്കിൽ നാം എന്തു ചെയ്യണം? പിറുപിറുപ്പും വാദവും കൂടാതെ ദൈവവചനം പ്രസംഗിക്കണം, അല്ലെങ്കിൽ ദൈവവചനം അനുസരിക്കണം. പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ അല്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും എന്ന്. നോക്കിക്കേ, അവിടെ ക്രിസ്തുവിൻ്റെ നാളിൽ പ്രശംസിക്കപ്പെടുവാൻ വേണ്ടിയാണ് നാം ക്രിസ്തുവിന് വേണ്ടി ഓടുന്നത്. അത് ഓടുന്നത് എങ്ങനെയായിരിക്കണമെന്നൂടെ ഫിലിപ്പി ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 27-ാം വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, അതിൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ, ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കണം എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടപ്പിൻ. അപ്പോൾ സുവിശേഷ വേല ചെയ്യുന്നു എന്ന് പറയുന്നവർ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം നടക്കണം. ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരടയാളമാകുന്നു. അതു ദൈവം തന്നെ വെച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. നിങ്ങൾ എന്നിൽ കണ്ടതും ഇപ്പോൾ എന്നെക്കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കുമുണ്ടല്ലോ. നോക്കിക്കേ, അവിടെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പീൻ. അത് എത്ര കഷ്ടം സഹിച്ചാലും നാം സുവിശേഷത്തിന് യോഗ്യരായി ജീവിക്കുന്നു എങ്കിൽ അത് നമ്മളുടെ രക്ഷയ്ക്ക് ഒരടയാളമായി തീരും എന്ന് ദൈവവചനം പറയുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വേലക്കാർ പൗലോസിനെ പോലെ ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുവെന്നും ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഇടയായിത്തീരണം. ഒരു സുവിശേഷ വേലക്കാരൻ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്, തനിക്ക് വേണ്ടിയല്ല, തൻ്റെ പ്രശംസയ്ക്ക് വേണ്ടിയല്ല. തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ ഞാൻ സുവിശേഷകനെന്ന് ഗ്രഹിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വേല എപ്പോഴും ദൈവം എന്നെ പ്രശംസിക്കുവാനും ദൈവത്തിൻ്റെ സുവിശേഷത്തിന് യോഗ്യമായി എനിക്ക് ജീവിക്കണമെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി നാം ജീവിക്കണം. അതുകൊണ്ട് കഷ്ടമനുഭവിപ്പാനും കൂടിയാണ് ദൈവം തൻ്റെ വേലക്കാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവം തമ്പുരാൻ നമുക്കും ആ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യരായി ജീവിപ്പാൻ ഇടയാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.